പ്രാർത്ഥനയുടെ ഈ മൂന്നാമത്തെ സെഷനിലെ ശനിയാഴ്ച പകൽക്കാലം നാം ദൈവപാദപീഠത്തിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ, സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കുന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളെ ദിവസം അടച്ച് ഇന്ന് പകൽക്കാലത്തെ ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെട്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നാം കൂട്ടായ്മയിലായിരുന്ന സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്രകാരം ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുന്ന ഈ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ പുത്രൻ ഞങ്ങൾ വീണ്ടെടുപ്പുകാരനമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് പാദപീഠത്തിൽ അണയുവാൻ, കൂടി വരുവാൻ കർത്താവ് തരുന്ന സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുതൽ ഞങ്ങൾ തിരുപ്പാദപീഠത്തിലായിരുന്നല്ലോ കർത്താവേ. ആ കൂട്ടായ്മകളിലെല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലവും കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടണമേ. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ സെഷൻസ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തു. വീണ്ടും ഇന്ന് പകൽക്കാലത്തെ കൂട്ടായ്മയെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. വൈകിട്ട് നാളെ പകൽക്കാലമുള്ള ആരാധന എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ മഹിമപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നപ്പ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ശരീരത്തിൽ ക്ഷീണിതരാണ്, ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവിൻ്റെ കരുണ വെളിപ്പെടണം. മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന വിടുതലിനായി, ബലത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പ്രിയ ജോയിച്ചാൻ റോസമാൻഡി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശരീരത്തിൽ പലതുമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി കർത്താവ് കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം. തോമച്ചനായി, സുജാൻഡിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. റോൺഷിക്കായും കുഞ്ഞിനായും പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. സൗഖ്യമാക്കണം. മോൻസിയെയും അബിഗയിലിനെയും കാണുവാനിടയായല്ലോ. അവരും വളരെ ക്ലേശങ്ങളിലായിരുന്നു. ദൈവം കൊടുത്ത വിടുതലിനായി സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യയാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ബലം പകരണമേ, സൗഖ്യം പകരണമേ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ശാരീരിക ക്ലേശം കടന്നുപോയ റോയ്ബർ കുടുംബം അവരെ എല്ലാ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മറ്റ് പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ, സ്തോത്രം ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെല്ലാം സമർപ്പിക്കണമേ. ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയവർ എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ജനത്തെ കൂട്ടിവരുത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിപ്പാൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ കൂടാരങ്ങളിലായിരുന്നുകൊണ്ട് യഹോവയുടെ മനോഹരത്വം ഇന്ന് പകൽക്കാലം ദർശിപ്പാൻ, ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വിടുതൽ നൽകി തരുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ തിരുനിവാസം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രിയ കോൺസ്റ്റാനെയും ബെന്നിനെയൊക്കെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നവർ ശരീരത്തിൽ ക്ലേശങ്ങളിൽ ജോലി മേഖലയിലായിരിക്കുന്നു. ദൈവമേ, കരുണ ഉണ്ടാകണമേ. കർത്താവിൻ്റെ മനസ്സിലുണ്ടാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ജോലിയിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ കരുണ അവിടെ എല്ലാം വെളിപ്പെടണമേ. ഈ ദിവസങ്ങളിൽ അവിടുത്തെ പ്രത്യേക കരുണ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. തിരുശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, ദൈവിക ശക്തിയിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം പരിശുദ്ധാത്മാവ് നയിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രമില്ല. പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന ഒരു പാട്ട് പാടി പ്രാരംഭത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിച്ചാനന്തരം സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങളിലേക്കും വചനധ്യാനത്തിലേക്കും നമുക്ക് കിടക്കാം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ചേർത്ത് പാടി നമുക്ക് ദൈവത്തെ ഇന്ന് രാവിലെ കാലം ആരാധിക്കാം.
മരിച്ചു നിൻ ശരീരശക്തി പോയതാൽ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോ യേശു ശക്തൻ മാറ്റുവാനറിയുന്നവനത് വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും കലക്കുമ്പോൾ പരന്തരത്തിൽ കേൾക്കുന്നു നിൻ പ്രാർത്ഥന ആയവൻ വഴി തുറന്നു ക്ഷേമമായി നടത്തും നിന്നെ വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും യൗവനദശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം തന്റെ ഭാരത്താൽ അപ്പോഴും വിടില്ലവൻ നടത്തുമന്ത്യത്തോളവും വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും ഭൂമിയെ പിളർക്കും നേരം നീ ഒളിക്കുവാൻ സ്ഥാനം തേടിയില്ല എന്ന് കാണുമ്പോൾ ഉണ്ട് സങ്കേതം നിറക്കവൻ ചിറകിൽ സൂക്ഷിക്കും വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും വയ്ക്കുക 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 നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി
ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവപാദപീഠത്തിലായിരിക്കാൻ പ്രത്യേകാൽ ഈ ശനിയാഴ്ച പകൽക്കാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ 2 സെഷനിലും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചിട്ട് കഴിഞ്ഞ പകൽക്കാലം രാത്രിയിലും ദൈവപാദപീഠത്തിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. ഈ സന്ധ്യയെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ധാരാളമായി അനുഗ്രഹിപ്പാൻ ദൈവ സാന്നിധ്യം മതിയായതാണ്. സ്തോത്രം. ആ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച വേദഭാഗത്തിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം. അതിൻ്റെ കുറുവാക്യം നമ്മൾ എടുത്തത് സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ജനത്തിൻ്റെ നിവാസത്തെ മനോഹരമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ തിരുനിവാസം നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ടാണ്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത അവിടെ മധ്യേ ദൈവമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സ്തോത്രം, ആ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ പ്രത്യേകതകൾ നാം കഴിഞ്ഞ രാത്രികാലം ചിന്തിച്ചതാണ്. സ്തോത്രം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ വി ക്യാൻ സീ ദേ ആർ ഹോളി ആൻഡ് സെപ്പറേറ്റ് ഇൻ ദ ഐസ് ഓഫ് ഗാഡ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. സ്തോത്രം. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്താൽ വിളിച്ചു വേദനിക്കപ്പെട്ട ജനത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഹല്ലേലൂയ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മധ്യത്തിൽ തെളിവായി നിൽക്കേണ്ടത്. സ്തോത്രം. ദൈവജനമാണെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് the nature of being the people of God is holiness and separation that we need to keep as people of God. Praise God. തുടർന്ന് നാം വായിക്കുമ്പോൾ 23-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ സ്തോത്രം ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. സ്തോത്രം. അവിടെ പറയുന്ന ഇപ്രകാരമാണ്. ബിലെയാം ഇസ്രായേൽ ജനത്തെ നോക്കി പറയുക, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. സ്തോത്രം. അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്കത് മറച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഹല്ലേലൂയ. God is not man that he should lie, or a son of man that he should change his mind. Has he said, and will he not do it? Or has he spoken, and will he not fulfill it? Behold, I received a command to bless. He has blessed, and I cannot revoke it. He has not beheld misfortune in Jacob, nor has he seen trouble in Israel. The Lord their God is with them, and the shouting of a king is among them. God brings them out of Egypt, and is for them like the horns of the wild ox. For there is no enchantment against Jacob, no divination against Israel. Now it shall be said of Jacob and Israel, what God wrought. Praise God. Hallelujah. ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാവിലെ കാലം നാം ദൈവസ്ഥനിലായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നീതിമാനാണ്. സ്തോത്രം. പറഞ്ഞ വാക്ക് ദൈവം മാറ്റി പറയുകയില്ല. സ്തോത്രം. ദൈവം ഇസ്രായേലിന് കൊടുത്ത അനുഗ്രഹം സ്തോത്രം ഇന്നലെ നൽകിയ അനുഗ്രഹമല്ല, തലമുറയായി അവരുടെ മേൽ പകർന്നൊരു അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ന്യായപ്രമാണങ്ങളെ ഉരുവിടുമ്പോൾ അവർ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞ് തങ്ങളുടെ പിതാക്കന്മാർ മുതലുള്ള എന്തിനാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേര് പറയുന്നത്? സോ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേര് പറയുമ്പോൾ 3 പേരുകൾ മാത്രമല്ല അവിടെ വ്യക്തമാക്കുന്നത്, അവരുമായുള്ള ദൈവത്തിൻ്റെ എല്ലാ സ്തോത്രം ഡീലിങ്സും എല്ലാ സംഭാഷണങ്ങളും ദൈവം അവരിലൂടെ അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, നടത്തിയ വിധങ്ങൾ, ദൈവത്തോട് ചേർന്നവർ നടന്നത് സ്തോത്രം
ചരിത്രത്തിലുടനീളം ദൈവം ഇസ്രായേൽ ജനത്തിനായി ചെയ്തതിനെ മുഴുവൻ ആ 3 പേരിൽ അവർ പ്രകീർത്തിക്കുക. സ്തോത്രം. ആ 3 പേരെ പറയുന്നുള്ളെങ്കിലും അതിനകത്ത് ഒത്തിരി ചരിത്രമുണ്ട്. സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, all those days, all those things that God has dealt with our forefathers, hallelujah, the ways that God has led them. It is not just a name. എൻ്റെ പിതാവിൻ്റെ ദൈവം, എൻ്റെ മാതാവിൻ്റെ ദൈവം, എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അതിലൊരു വലിയ പ്രത്യേകതയുണ്ട്. ദൈവവുമായി കഴിഞ്ഞ തലമുറയ്ക്കുണ്ടായ അനുഭവത്തിൽ ഉരുത്തിരിഞ്ഞ ചില നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ദൈവനീതി നിലനിൽപ്പുണ്ട്. സ്തോത്രം. അത് പെട്ടെന്ന് തൂത്തുകളയുന്നവനല്ല ദൈവം. അത് അവർ കാലയവനിക്കപ്പുറത്തേക്ക് മറിഞ്ഞു പോയാലും അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചെടുത്തത് ദൈവം എന്നേക്കുമായുള്ള നിയമമായി ഹല്ലേലൂയ ഒരു രേഖ എഴുതുന്നത് പോലെ, മുദ്ര എഴുതുന്നത് പോലെ ദൈവം നമുക്കായി ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ച ചില വിടുതലുകളുണ്ട്. നിന്റെ സന്തതി അത് പ്രാപിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. സ്തോത്രം. നിന്റെ സന്തതി ആ ദേശത്ത് വസിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കടൽക്കരയിലെ മണൽത്തരികൾ പോലെ നിന്റെ തലമുറയെ ആക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. നീ ആകാശത്തേക്ക് നോക്കുക. കൂടാരത്തിൽ മൂകനായി ദുഃഖിതനായി തലകുനിച്ചിരുന്ന അബ്രഹാമിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടാരത്തിന് പുറത്തേക്ക് ഇറക്കി ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞിട്ട് പറയുക, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? സ്തോത്രം. നിന്റെ മാനുഷിക ബുദ്ധിയും കണ്ണും നിന്റെ ഹല്ലേലൂയ ഇന്ദ്രിയങ്ങളും വെച്ച് നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒന്നാണ്. കാരണം അസംഖ്യം നക്ഷത്രങ്ങൾ, അതിനെ എണ്ണാമെങ്കിൽ നിന്റെ തലമുറ എണ്ണാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു കുഞ്ഞുപോലും ഇല്ലാതെ കൂടാരത്തിനകത്ത് നെടുവീർപ്പിട്ടിരുന്ന അബ്രഹാമിനോടും സാറയോടുമുള്ള ദൈവത്തിന്റെ വെളിപ്പാട് അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ബിലെയാം എന്ന ഒരുവന്റെ ശാപവാക്കുകൾ, അവൻ പർവ്വതത്തിന്റെ പുറകിലേക്ക് കയറി നിന്നുകൊണ്ട് സ്തോത്രം അവൻ സമ്മാനങ്ങൾ വാങ്ങിച്ച് ദൈവഹിതത്തിനെതിരെ നിന്നാൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് ദൈവനീതിയെ മറിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അത് സംഭവിക്കുന്ന കാര്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കിഷ്ടം ഇതാണ്, ഹല്ലേലൂയ എൻ്റെ താല്പര്യം ഇതാണെന്ന് പറയുന്നതല്ല സ്തോത്രം ദൈവരാജ്യത്തിന്റെ മുന്നേറ്റം ഇരിക്കുന്നത്. സ്തോത്രം. നാം എല്ലാം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങൾ മാത്രമാണ്. ദൈവം നൽകിയ വരങ്ങളുണ്ട്, ദൈവം നൽകിയ സ്തോത്രം അനുഗ്രഹങ്ങളുണ്ട്, ദൈവം നൽകിയ നന്മകളുണ്ട്. സ്തോത്രം. പക്ഷേ അതിനെല്ലാം ഒരു അതിർവരമ്പുണ്ട്. അത് ദൈവനീതിയാൽ അടയാളപ്പെടുത്തിയ അതിർവരമ്പുകളാണ്. ഹല്ലേലൂയ. വി ഓൾ ഹാവ് ബ്ലെസ്സിങ്സ്, വി ഓൾ ഹാവ് ഗിഫ്റ്റ്സ്, വി ഓൾ ആർ വെരി മച്ച് prospered in many ways. We are not 10 years back or 20 years back what we were. It is not that it's happening in our life. Not even we have dreamed about many things. നമ്മൾ സ്വപ്നം കണ്ടതോ നമ്മൾ വിചാരിച്ചതോ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതിനൊക്കെ അപ്പുറമായ അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ വഴി നടത്തിയത്. ഭൗതികമായും ആത്മീയമായും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹം നമുക്ക് ദർശിപ്പാൻ കഴിയും. ഒരുപാട് പരാതി നമുക്ക് പറയാനുണ്ടെങ്കിലും ഒരുപാട് കുറവുകൾ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും അതിനെല്ലാം കവിയുന്നതാ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലെ ഒഴുകിയത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, അങ്ങനെ ഒരു ദൈവപ്രവർത്തനം നമ്മിൽ വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നമ്മുടെ നന്മകളുടെ, നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളുടെ സ്തോത്രം എല്ലാം അതിൽ നിൽക്കുന്ന ദൈവനീതിയിലാണ്. അതുകൊണ്ട് നമുക്കറിയാം മനുഷ്യന് ഈ അതിരിനെ മറിക്കാൻ കഴിയത്തില്ല. മനുഷ്യർക്ക് ഈ വര മാറ്റി വരയ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും മലയാളത്തിലൊക്കെ തമാശയായിട്ടെല്ലാം പറയും സ്തോത്രം എൻ്റെ തലയെ വരച്ച വരയെന്നൊക്കെ പറയും അല്ലേ? സ്തോത്രം എന്ന് പറഞ്ഞ തലയെ വരയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലെയും ബൗണ്ടറി നിശ്ചയിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി കാത്തൊരു ദൈവം അല്ലേ? സ്തോത്രം. അത് ഇയ്യോബല്ല വേലി കെട്ടിയത്, ദൈവം കെട്ടിയ വേലിയാണ്. സ്തോത്രം. അത് സാത്താൻ തന്നെ പറഞ്ഞു. ഇയ്യോബ് ഫെൻസ് ഉണ്ടാക്കിയെന്നല്ല സാത്താൻ പറഞ്ഞത്. സാത്താൻ പറഞ്ഞു, നീ ഇയ്യോബിനും അവനുള്ളതിനും, യു ആർ ദ ഗാഡ് ഹു പുട്ട്സ് എ ഫെൻസ് അറൗണ്ട് Job and also what all things that is belonging to him. Praise God. Hallelujah. That was God's righteousness in the life of Job. ദൈവനീതിയായി അത് ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ദൈവനീതിയാണ്. എനിക്കത് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. സാത്താൻ ചോദ്യം ചെയ്തു, വിലപ്പോയില്ല. സ്തോത്രം. ദൈവം പറഞ്ഞു, അത് ഞാൻ വെച്ചിരിക്കുന്നതാ, ഞാനല്ലാതെ മറ്റൊരാൾക്കത് മാറ്റാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതാണ്. അതുപോലെ യോബ് പലപ്പോഴും പറഞ്ഞു, ദൈവമേ എനിക്ക് മതി എന്ന് യോബ് പല പ്രാട്ടം പറഞ്ഞു. സ്തോത്രം അല്ലേ? പലപ്പോഴും യോബ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിരാശയുടെ അവസ്ഥയിൽ പോയിട്ട് ഇനി മുന്നോട്ട് പോകണ്ട, ജീവിതം മതി എന്ന് പറഞ്ഞ അനുഭവങ്ങൾ പലപ്പോഴും യോബിൻ്റെ പ്രവചനം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിലൊന്നും യോബ് ദൈവത്തോട് ദോഷം ചെയ്യാതെ, ദൈവത്തോട് കുറ്റം ചെയ്യാതെ
സ്തോത്രം, കുറ്റവിമുക്തനായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ നിരാശയിൽ പോയിട്ടും ദൈവം വെച്ച അതിർവരമ്പിനപ്പുറത്തേക്ക്, ദൈവം അനുവദിച്ചതിനപ്പുറത്തേക്ക് സഞ്ചരിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രതിയോഗിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ഒരു ഉറപ്പാണ്. സ്തോത്രം. ഈ ബിലെയാമിനെ പറ്റി പറയുമ്പോൾ ചരിത്രം പഠിച്ചാൽ ബിലെയാമിന് ഒരു കൃപ ലഭിച്ചിരുന്നു. സ്തോത്രം. ബിലെയാവ് പറയണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറയത്തുള്ളൂ. ആ പറയുന്നത് അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ദൈവം കൊടുത്ത കൃപയാണ്. പക്ഷേ ഈ ഗിഫ്റ്റ് വെച്ചിട്ട് പുള്ളി അവിടെയുള്ള സകല രാജാക്കന്മാരുടെയും ഇടയിൽ വലിയ പ്രീതി സമ്പാദിച്ചു. അപ്പോൾ ബാലാക്കും അതിലൊരാളാണ്. ബാലാക്കിന് അത്യാവശ്യമുള്ളപ്പം പോയി പുള്ളി ചില്ലറ വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് പരിപാടി ബിലെയാമിനുണ്ട്. അപ്പോൾ ദൈവത്തിന് ഇത് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയും ദൈവം കൊടുത്തിരിക്കുന്ന കൃപയെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനായി, നമുക്കറിയാം ബാലാക്ക് എങ്ങനെയാണ് ബിലെയാമിനെ കൊണ്ടുവന്നേ. ബിലെയാമിന് നല്ലോണം അറിയാം ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവജനമാണ്. തന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയും തനിക്ക് കൊടുത്ത കൃപയനുസരിച്ചും. ഞാനൊരു ജാതീയ പശ്ചാത്തലത്തിൽ വന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. അമോനിയ ദേശക്കാരന്, ഫോറിനർ എന്ന പേര് അവൻ്റെ ഒരു പേര് തന്നെ അർത്ഥം. സ്തോത്രം. ഫോറിനർ, അന്യദേശക്കാരൻ. അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ, നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ചില ഡോക്ടർമാർ വരും, എവിടുന്നോ വരുന്നതായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിൽ അവരങ്ങ് പേര് വെക്കും. പിന്നെ അവർ നമ്മുടെ നാട് വിട്ട് പോകത്തില്ല. കാരണം അവർക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഇടമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറയും തൃശ്ശൂർക്കാരനാ, പാലക്കാട്ടുകാരനാ എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? അവിടെ വന്നപ്പോൾ അവർക്ക് ക്ലിക്കായി എന്ന് പറയുന്നത് പോലെ ഈ രാജ്യക്കാരുടെ ഇടയിൽ ഡിപ്ലോമസി പൊസിഷൻ വഹിക്കുന്ന ഒഫീഷ്യൽ പ്രവാചകനാണ് ബിലെയാം. ആ ബിലെയാം പക്ഷേ ദൈവഹിതപ്രകാരമല്ല പലതും ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലേ പറഞ്ഞത്? ദൈവത്തോട് ആലോചന ചോദിച്ചു, പക്ഷേ ദൈവം പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അതല്ലേ കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചത്. അപ്പോൾ ഈ പുള്ളി ഗിഫ്റ്റ് കിട്ടുന്നിടത്തെല്ലാം പോവും. അതാണ് പുള്ളിക്കാരൻ്റെ ഈ ഉദ്ദേശിച്ച പ്രശ്നം. ദൈവഹിതം ഇതാണോ അല്ലയോ എന്ന് നോക്കാതെ ജാതീയ രാജാക്കന്മാരെ, സ്തോത്രം. എന്നാൽ ഈ പരിപാടിക്ക് ബ്ലോക്ക് വന്നത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെതിരെ ശബ്ദിക്കാനുണ്ടെന്നപ്പോഴേ. സ്തോത്രം. ദൈവനീതിയില്ലാത്ത പലതും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകുന്ന നേരത്തെ അവിടെ എല്ലാം താൻ രക്ഷപ്പെട്ടു. സ്തോത്രം. ഗിഫ്റ്റിന് വേണ്ടി കേട്ടോ, തനിക്ക് പേഴ്സണലി ആരോടും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ കാര്യം അപ്പുറത്ത് എതിരെ അവിടെ പോയി കേസ് ചെയ്യും. കാരണം നോക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റു കുഴപ്പമൊന്നുമില്ല. ഒറ്റ വെടി പോലും പൊട്ടിക്കാതെ കാര്യങ്ങൾ നടത്തും. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. രക്തച്ചൊരിച്ചിലില്ലാതെ കാര്യം സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ആകൃഷ്ടരായ രാജാക്കന്മാരാണ് ആ ദേശത്തുള്ളത് മൊത്തം. ബാലാക്ക് പറഞ്ഞു, പല പ്രാവശ്യം നീ എനിക്ക് കാര്യം സാധിപ്പിച്ചു തന്നിട്ടുണ്ട്, ഈ പ്രാവശ്യവും നീ എനിക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്തോത്രം. ആ മലയെ കയറി ഇവന്മാരെ നോക്കി ഒരു 10 ശാപ വർത്താനം പറഞ്ഞാൽ മതി. ഇവന്മാർ ഇവിടുന്ന് മുന്നേറരുത്, ഇവരുടെ വാഗ്ദത്തം പ്രാപിക്കരുത്, ഇവരുടെ ഇടയിലുള്ള ആ ബഹളം, ഈ ജനത്തിൻ്റെ വലുപ്പം, ഈ ജനത്തിൻ്റെ പെരുപ്പം കണ്ട്. സ്തോത്രം. അല്ലേ? അന്ന് ആൾബലമാണ്. എത്രത്തോളം ജനമുണ്ടോ, എത്രത്തോളം ആരോഗ്യം കായിക ബലമുള്ള ജനമുണ്ടോ അവർക്കാണ് ബലം. ഇന്ന് ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയുക, അയ്യോ ഒരുപാട് ജനങ്ങൾ അവിടെ. പക്ഷേ നോക്കണം, കുറച്ച് കഴിയുമ്പോൾ അവർക്കായിരിക്കും നേട്ടമുണ്ടാകുന്നത്. സ്തോത്രം. ഒരു വശത്ത് അവരുടെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ജനം വർദ്ധിക്കുന്നു. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്ക് ആർക്കും അതിനുമേൽ നിയന്ത്രണമില്ല. സ്തോത്രം. ദൈവമാണ് ഒരു ജാതിയെ വർദ്ധിപ്പിക്കുന്നത്, ദൈവമാണ് പലതിനെയും ഉണ്ടാക്കുന്നത്, ദൈവമാണ് പലരെയും അനുഗ്രഹിക്കുന്നത്. ദൈവിക അനുഗ്രഹമില്ലാതെ നമുക്ക് വർധനവില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാല ദൈവസ്ഥലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ജനത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ ഒരുവനെ ദുഷ്ടനായ രാജാവായ ബാലാക്ക് ആക്കിയപ്പോൾ ദൈവസ്ഥലിൽ വന്നിട്ട് താന് ശപിപ്പാൻ വാ തുറക്കുന്നുവെങ്കിലും അനുഗ്രഹമാണ് പുറത്തു വരുന്നത്. സ്തോത്രം. എന്ന് പറയാൻ ദൈവമാണ് ഇവന് കൊടുത്തത് കൃപ. ഇവൻ പറയുന്നതൊക്കെ സാവധികം എന്നുള്ള കൃപയും ദൈവമാണ് കൊടുത്തത്. അപ്പോൾ ദൈവത്തിന് പറയാം, ഞാൻ അല്ലയോ കൊടുത്തത്, അവൻ ശപിച്ചോട്ടെന്ന് ദൈവം വെച്ചില്ല. ദൈവനീതിയിൽ ഇസ്രായേലിനെതിരെ ഒരു ശാപവാക്ക് വീഴാൻ പോലും ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. അത് വീഴാനൊന്നും സംഭവിക്കുന്നുള്ളതല്ല, പക്ഷെ വീഴാൻ പോലും ദൈവം അനുവദിക്കുന്നില്ല. ദൈവനീതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമുക്ക് സൂപ്പർ ഹ്യൂമൻ ശക്തി ദൈവം ചെയ്യും. സ്തോത്രം. അതല്ല, ദൈവത്തിൻ്റെ പദ്ധതി പലപ്പോഴും വ്യത്യസ്തമാണ്. സ്തോത്രം. ചെങ്കടലിൽ വഴി അല്ലാതെ വേറൊരു റൂട്ട് വഴി ദൈവത്തിന് വിടാമായിരുന്നു. എന്നാൽ ദൈവത്തിന് നിർബന്ധമുണ്ട്, ഈ ചെങ്കടൽ 2 പിളർന്നേ മതിയാകും. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. യോർദാൻ 2 മാറിയേ മതിയാകും. ദൈവം നീതിയിലുള്ളതാണ്.
അങ്ങനെയെങ്കിൽ ദൈവം അതിൻ്റെ മുമ്പിൽ കൊണ്ട് നിന്നെ നിർത്തിയിട്ട് പ്രതികൂലത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിർത്തുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഈ പ്രതികൂലം വേണ്ടായിരുന്നു, പ്രതികൂലമില്ലാതെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ദൈവം പറയുകയാ, നിന്റെ മേലുള്ള വാഗ്ദത്തത്തിന്, നിന്റെ മേലുള്ള അനുഗ്രഹത്തിന് ഈ പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ തക്കതായ പ്രാപ്തിയുള്ളതാ. സ്തോത്രം. നിന്റെ പിതാക്കന്മാർ കൊടുത്ത അനുഗ്രഹത്തിൻ്റെ മേൽ, നീ പ്രാപിച്ച നന്മയുടെ മേൽ, ഹല്ലേലൂയ, യഹോവയായ ദൈവത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, പേര് നിന്നിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നാൽ അത് രണ്ടായി മാറുക തന്നെ ചെയ്യും. അത് ദൈവ പ്രവൃത്തി, ഇസ്രായേൽ മക്കളുടെ മേൽ വെളിപ്പെടാനുള്ള ദൈവപ്രവൃത്തിയുടെ നാൾ വഴികളിൽ ദൈവം കുറിച്ചു വെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ഒരു മൈൽ സ്റ്റോൺ. അതൊരു നാഴികക്കല്ല. ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയുടെ ചില നാഴിക കല്ലുകളിലേക്ക് ചില കുടുംബങ്ങൾ പ്രവേശിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ ശാപത്തിന്റെ വെല്ലുവിളികൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രതികൂലത്തിന്റെ വെല്ലുവിളികൾ, ഉറ്റുനോട്ടത്തിന്റെ വെല്ലുവിളികൾ, ഹല്ലേലൂയ, സമാധാനത്തെ കെടുത്തുന്ന വെല്ലുവിളികൾ, അതിനെ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന്റെ നാമത്താൽ, യേശുവിന്റെ നാമം ഉച്ചരിക്കുന്നതിലൂടെ അവിടെ ഒരു വിടുതൽ തന്നെ ജനത്തിന് വേണ്ടി പകരപ്പെടും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് സകല ശാപവും, യേശുവിന്റെ നാമത്തിലെ സകല പാപങ്ങളെയും സകലവിധമായ ദുർഘടങ്ങളെയും, ഹല്ലേലൂയ, നിരപ്പാക്കി തന്റെ ജനത്തിന് വേണ്ടി എല്ലാ കുന്നും താഴ്വരയും നികന്നു വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, കുന്ന് താണിട്ട് മലകൾ താഴ്വരകൾ നികന്നിട്ട്, ഹല്ലേലൂയ, വളഞ്ഞത് ചൊവ്വായി തീർന്ന് ദൈവ മഹത്വം അവരുടെ മധ്യ വെളിപ്പെടുവാൻ മരുഭൂമിയിൽ എഴുന്നള്ളുന്ന രാജാവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, സകല ജഡവും കാണുക ദൈവ മഹത്വം വെളിപ്പെടും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ബിലെയാം ഇസ്രായേൽ ജനത്തെ നോക്കി പറയുകയാ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടില്ല. ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം ബിലെയാം അല്ല നിശ്ചയിച്ച്, ബിലെയാമിന് മുമ്പേ, ബിലെയാമിന് എത്രയോ തലമുറ മുൻപ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് കൊടുത്ത വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ശാപം വെളിപ്പെടത്തില്ല. സ്തോത്രം. ശാപത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. വെള്ളത്തിൻ്റെ പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് രണ്ടായി കിടക്കുമെന്ന് പറയുന്നത് ഇത് തമ്മിൽ മിങ്കിളാകത്തില്ല. സ്തോത്രം. ഇത് തമ്മിൽ ചേരുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ നിൽക്കുകയാണ്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നോക്കിയാണ് ഇവൻ പറയുന്നത്. കാരണം ദൈവം നൽകിയ വാഗ്ദത്തം അതിൽ നിന്ന് ഇവർ പിറുപിറുത്തിട്ടും ഇവരെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല കേട്ടോ. സ്തോത്രം. ദൈവം അവരെ പെർഫെക്റ്റ് ആക്കിയത്. സ്തോത്രം. കർത്താവിൻ്റെ നാം അവരുടെ മേൽ എഴുതപ്പെട്ടപ്പോൾ തന്നെ അവരെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവരെ ആക്കി കഴിഞ്ഞപ്പോൾ അവരിൽ എന്തൊക്കെ കുറവുണ്ടോ, അവരിൽ എന്തൊക്കെ ബലഹീനതയുണ്ടോ, അതിനെല്ലാം എടുത്തു മാറ്റുന്ന കാര്യം അതാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഇത് പകൽക്കാലം നാം ചിന്തിക്കുന്നത് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ദൈവം അതിന്മേൽ, ഹല്ലേലൂയ, നീതിമാനായിരിക്കും. സ്തോത്രം. ദൈവം അത് മാറ്റി പറയുന്ന ദൈവമല്ല. സ്തോത്രം. ഒരിക്കലും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ദൈവം മാറ്റി പറയുകയും, പ്രൈസ് ദി ലോർഡ്, ഹി വിൽ നെവർ ഡു ദാറ്റ്. അവൻ ഒരിക്കലും മനുഷ്യനല്ല ഇത് മാറ്റി പറയാൻ. ബലയാമേ, നീ ഒരു മനുഷ്യനാ, നിനക്ക് നിന്റെ മനോഭാവങ്ങൾ മാറാം. സമ്മാനങ്ങൾ കിട്ടുന്നതനുസരിച്ച്, സ്വാധീനം ലഭിക്കുന്നതനുസരിച്ച് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ നീ വാക്ക് മാറ്റി പറയും. എന്നാൽ ദൈവമാണിത് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനല്ല, അവൻ വ്യാജം പറയുകയില്ല. സ്തോത്രം. അവൻ മനുഷ്യപുത്രനല്ല, അവൻ അനുദപിക്കുകയില്ല. ജനത്തെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയത്തില്ല നാളെ മാറ്റി പറയുന്ന ദൈവമല്ല. സ്തോത്രം. എന്താണ് ദൈവത്തിന് നമ്മുടെ മധ്യയെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, ഹല്ലേലൂയ, അവൻ പാപത്തിലേക്ക് പോയപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവന് വേണ്ടി, ഹല്ലേലൂയ, തന്നെത്താൻ പദ്ധതി തയ്യാറാക്കി പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ച് ആ പാപത്തെ പരിഹരിച്ചവനാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ബിലെയാം പറയുന്നു, എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിപ്പാനാണ്. സ്തോത്രം. നാവിൽ ആഗ്രഹമുണ്ട്, നാവിൻ തുമ്പിൽ ചില വാക്കുകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകനായതുകൊണ്ട് ദൈവശബ്ദം കേട്ട് സംസാരിപ്പാനേ കഴിയൂ. സ്തോത്രം. ദാറ്റ് ഇസ് ഓൺലി ട്രാക്ക്, ഇറ്റ് ഈസ് ഓപ്പൺ. അതിനെ മറച്ചു കളയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നോർത്ത് നോക്കി, ഇവിടെ നമുക്കെതിരെ പ്രവർത്തിപ്പാൻ ഒരുവൻ വരുന്നു, പക്ഷെ അവന് നമുക്കെതിരെ പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. അതെന്താണ്? സ്തോത്രം. ദൈവം കാര്യങ്ങളെ മറിച്ച് കളയുകയാണ്. ദൈവം കാര്യങ്ങളെ വഴിതിരിച്ച് വിടുകയാണ്. മൊർദെഖായിക്ക് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. മൊർദെഖായെ കൊല്ലുവാൻ കഴുകുമരം ഒരുക്കി. കഴുകുമരം ഒരുക്കിയവൻ തന്നെ രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നഗരവീതിയിൽ മുഴുവൻ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബ്ലോ ടു ഹിം, അല്ലേ? ഒന്നാമത്തെ അടി തലയ്ക്ക് കോട്ട. അന്നേരമെങ്കിലും അവൻ പിന്മാറിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടും മാറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ.
ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം അനുഭവിച്ചാലും പിന്മാറാൻ ഒരു പ്ലാനുമില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവനീതി കൺമുൻപിൽ കാണത്തക്കവണ്ണം വെളിപ്പെടുത്തിയാലും ചിലർ പഠിക്കുകയില്ല. സ്തോത്രം. ഒരു കാര്യം നാം മനസ്സിലാക്കിക്കണം, പഠിച്ചില്ലെങ്കിൽ അടുത്തത് അതിലും വലിയ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും വിചാരിക്കരുത് ഇസ്രായേൽ മക്കൾ പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവം പറയുന്നത് അവർ പെർഫെക്റ്റ് ആണെന്നോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം, പക്ഷേ അവരുടെ മേൽ ശാപം വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. ഇതാണ്. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന പെറുപെറുപ്പിനും അവർ ചെയ്യുന്ന കുറവിനും ഒക്കെ കുറ്റത്തിനും ഒക്കെ ഉള്ള പ്രതിഫലം അവർ മരുഭൂമിയിൽ പ്രാപിക്കും, അത് സംശയമില്ല. പക്ഷേ സ്തോത്രം, ബിലെയാമിൻ്റെ ദൈവം ശപിപ്പാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് സംഭവിച്ചത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് സ്ഥായിയായി സ്ഥിരതയോടെ ഉള്ളതാ. അതിനെതിരെ ഹല്ലേലൂയ മൊർദെഖായിയെ ദൈവമാണ് മാനിച്ചതെങ്കിൽ, ദൈവമാണ് മാനിപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എത്ര ഉയരത്തിൽ പ്രതികൂലം ഉയർന്നാലും അതിന്മേൽ താറടിയാകാൻ പോകുന്നത് ശത്രുവാണ്. ഒരിക്കലും ദൈവ പൈതലിനെ അങ്ങനെ പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ നോക്കിയാൽ മതി. സ്തോത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ച് പറയാൻ കഴിയും, ദൈവം നമുക്ക് വേണ്ടി എത്ര മനോഹരമായി കാര്യങ്ങളെ ചെയ്ത ദൈവമാണ്. ദൈവം എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവം എത്ര നീതിമാനാ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവത്തെ നാം സേവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 21-ാം വാക്യത്തിൽ പറയുകയാ, ഞാൻ യാക്കോബിൽ തിന്മ കണ്ടില്ല. 21 verse 21 it is very clearly saying, I have not found any iniquity among Jacob. Hallelujah. And I have not seen any wickedness in Israel. Hallelujah. യാക്കോബിൽ തിന്മ കാണാനില്ല. ഇസ്രായേൽ കഷ്ടത എഴുതിയിരിക്കുന്നത് സ്തോത്രം വിക്കറ്റ്നെസ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ലോർഡ് ഗോഡ് ഈസ് വിത്ത് ഹിം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ഒന്നാമത്തെ കാര്യം ഇതാണ്, പാപത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല, കുറവിന് തെറ്റിന് നിൽക്കുവാൻ കഴിയത്തില്ല. നാം മനസ്സിലാക്കണം, എന്ത് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവ പൈതൽ ഹല്ലേലൂയ മനസ്സിലാക്കേണ്ടത്, നമ്മെ കഴുകിയ, നമ്മെ ശുദ്ധീകരിച്ചത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പാളയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അതാണ് ബിലെയാം പർവ്വതത്തിൽ നിന്ന് നോക്കി ഇവർക്കെതിരെ ശാപവാക്കുകൾ ഉച്ചരിപ്പാൻ നോക്കിയപ്പോൾ ബിലെയാം ദർശിച്ചത് ഹല്ലേലൂയ എന്നറിയാമോ, ഇവരിൽ തിന്മയില്ല. സ്തോത്രം. തിന്മ അവരുടെ മേൽ ഭവിക്കാതെ വിരിക്കപ്പെട്ട ചിറകിൽ തിന്മ അവർക്കെതിരെ വന്നിരുന്നു, പക്ഷേ അത് അവരുടെ കൂടാരങ്ങളിൽ പ്രവേശിക്കാതെ സ്തോത്രം അതിനെ എടുത്ത് കളയുന്നൊരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ദൈവിക പരിപാലനം. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവിക പരിപാലനം നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിപാലനം ആത്മമണ്ഡലത്തിൻ്റെ ജനത്തിനായി വെളിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറഞ്ഞത് നമുക്കെതിരെ ഹല്ലേലൂയ വരുന്ന ഈ അക്ഷരികമായ പ്രതികൂലങ്ങളെക്കാൾ സ്തോത്രം ആത്മമണ്ഡലത്തിൽ ദൈവജനത്തിനെതിരെ പ്രതികൂലങ്ങളെ തടയുവാൻ എൻ്റെ കർത്താവിടയാവും. സ്തോത്രം. പത്രോസിനെ പറ്റി യേശു കർത്താവ് പറഞ്ഞു, നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റുവാൻ ശത്രു അനുവാദം ചോദിച്ചു, പക്ഷെ ഞാനത് അനുവദിച്ചില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും നാം വിചാരിക്കും കാര്യങ്ങൾ ഭൗതിക നിലവാരത്തിൽ ഓക്കെ ആയിരിക്കുമ്പോൾ നാം വിചാരിക്കരുത് ശത്രു നമുക്ക് വേണ്ടി പ്രതികൂലങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. സ്തോത്രം. നാം സെൻസ് ചെയ്യണം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ, ദൈവത്തിൽ ആത്മതപനം ചെയ്യുന്നവൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവം താൻ ഇസ്രായേലിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നിലകൊള്ളുന്നൊരു ദൈവമാണ്. സ്തോത്രം. അവിടെ പറയുന്നു, അവരുടെ ഇടയിൽ സ്തോത്രം അശുദ്ധിയില്ല, അവരുടെ ഇടയിൽ സ്തോത്ര പാപമില്ലാത്ത അവസ്ഥ. ഇനിക്വിറ്റി ആൻഡ് വിക്കറ്റ്നെസ് ഈസ് നോട്ട് ദെയർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജേക്കബ് ആൻഡ് ഇസ്രായേൽ. പ്രിയമുള്ളവരെ, ദൈവസ്ഥലം നാം മനസ്സിലാക്കണം, കർത്താവ് നമ്മെ പരിപാലിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് പരിപാലനമുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ നമുക്ക് ആത്മീകമായി മുന്നേറുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഈ നാളുകളിൽ ആത്മീയ ഗോളത്തിൽ കാണുന്ന ഒരു വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് ആത്മീകമായൊരു ഹുങ്കത പല ജനത്തിനുമുണ്ട്. സ്തോത്രം. ആത്മീയമായി ഒരു സ്വയം നീതിയിലേക്ക് ജനം കടന്നുപോയിട്ട് അത് അവർക്ക് വലിയ വിനയായി മാറുന്നു. ദൈവാശ്രയം ഒരു പരിധി കഴിയുമ്പോൾ, ആത്മീയ നിലവാരത്തിൻ്റെ ഒരു അനുഭവം കഴിയുമ്പോൾ ദൈവാശ്രയം നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് പലപ്പോഴും അവരെന്തോ ആണെന്ന് തോന്നിയിട്ട് മോശയ്ക്കെതിരെ തിരിഞ്ഞ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഇസ്രായേൽ ജനത്തെ അവരെ വിളിച്ചിറക്കിയ അനുഭവങ്ങളെ മറന്നുകൊണ്ട് അവർ ദൈവത്തിനെതിരെ പെറുപിടുത്തിട്ടുണ്ട്. ഇതൊന്നും അവരുടെ ഇടയിൽ ഇല്ലാത്തതല്ല. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി നീതിയായി നിലകൊണ്ടതുകൊണ്ട് അവർ മരുഭൂമിയിൽ നശിച്ചു പോകാതിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ബിലെയാം വിചാരിച്ചു, സ്തോത്രം, ഇവരുടെ കുഴപ്പങ്ങളെല്ലാം അവന്
റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് അതനുസരിച്ച് അവരെ ശപിപ്പാൻ തക്കവണ്ണം ശാപവാക്കുകളും കൊണ്ട് വന്നു. എന്നാൽ അവരുടെ കുറവുകൾ, ഹല്ലേലൂയ സ്തോത്രം, അറിവുണ്ടായിട്ടും അവരെ സ്പർശിപ്പാൻ കഴിയാത്തത് ദൈവം ആ നെഗറ്റീവ്സിനെല്ലാം മുകളിൽ ചില പോസിറ്റീവ്സ് ഇറക്കി എഴുതി വെച്ചിരുന്നു. ഹല്ലേലൂയ. എന്തൊക്കെ കുറവുകൾ, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ, എന്തൊക്കെ പരാജയങ്ങൾ, എന്തൊക്കെ വീക്ക്നെസ് ഇവർക്കുണ്ടോ അതിനെല്ലാം കവിയുന്നൊരു ദൈവിക പരിപാലനം, അതിനെല്ലാം ഓവറാർ ചെയ്യുന്ന ഒരു ദൈവിക പരിപാലനം തന്നെ ജനത്തിന് ദൈവം കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം വഴിക്കുറവുകളെ തീർക്കാൻ കഴിവുള്ള, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ മടക്കി തരുവാൻ കഴിവുള്ള, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, those years that are wasted away, hallelujah, praise the Lord, those things that are past, praise God, and also those time that we have wasted away, all these things can be brought back into our life by only our God, praise God. Our God can call out everything out of nothing. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ഒരു ദൈവം. വിത്ത് വൺ വേർഡ്, ഒരു വാക്കിനാൽ, ഹല്ലേലൂയ, നിമിഷം കൊണ്ട് ദൈവത്തിന് സൃഷ്ടിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അത് നാം മറന്നു പോകരുത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം, ദൈവസന്നിധിയിലേക്ക് നാം നെടുമ്പാടുപെടും. കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്, ഹല്ലേലൂയ, ഞാൻ ആയിരിക്കുന്നത് ഇതാണ്, എന്നെ നന്നായി അറിയുന്നൊരു ദൈവം, ഹല്ലേലൂയ. കർത്താവേ, വാഗ്ദത്തങ്ങൾ അങ്ങ് വിശ്വസ്തന, ദൈവനീതിയെ ഓർപ്പിച്ചുകൊണ്ട്, ദൈവനീതിയെ ഉരുവിട്ടുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പരാതി പറയുന്ന ഇടങ്ങളായി മാറാതെ ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവത്തിൽ ഓർപ്പിച്ചുണർത്തുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ബിലെയാം പ്രവചിച്ച പ്രവചനങ്ങൾ, ബിലെയാം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നെടുത്താൽ അവിടെ കാണുവാൻ കഴിയും, ഇവർക്ക് മീതെ ഉള്ളൊരു ദൈവത്തെയാണ് അവിടെ പ്രകീർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാൽ അവർക്കുള്ള, സ്തോത്രം, വിടുതലുകളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു അനുഗ്രഹവും, ഏതൊരു അവരെക്കുറിച്ചുള്ള എല്ലാ വിശേഷണങ്ങളും, ഓൾ ദോസ് തിങ്സ് വി ക്യാൻ റീഡ്. ഇസ്രായേലിനെ കുറിച്ച് ബിലെയാം പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. സ്തോത്രം. adjectives that Balaam has used to explain what kind of people these are. ഇവരെങ്ങനെയുള്ള ജനമാണെന്ന് പറഞ്ഞ കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സ്തോത്രം. അതിനകത്ത് നാം വായിച്ചത്, സ്തോത്രം, 19 വാക്യം അതിന് മുമ്പ് തൊട്ടുണ്ട്. സ്തോത്രം. ഇവരുടെ ദൈവമാരെന്നുള്ളത് ആദ്യം പറഞ്ഞത്. സ്തോത്രം. നോക്കിയേ, ഇവരെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ഇവരുടെ ദൈവമാരെന്നാണ്. സ്തോത്രം. നമ്മൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മെ കാണുന്നവർ നമ്മുടെ ദൈവത്തെ കാണും. സ്തോത്രം. നമ്മെ കാണുന്നവർ നാം ആരെയാ സേവിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഹല്ലേലൂയ. നമ്മിൽ കൂടെ ദൈവനാമം ഒരിക്കലും ദുഷിക്കപ്പെടരുത്. സ്തോത്രം. വി ഷാൽ നോട്ട് ഗീവ് വേ ഫോർ ദാറ്റ്. നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഹല്ലേലൂയ. ഒരിക്കലും വഴി കൊടുക്കരുത്. അപവാദിക്ക് അപവാദം പറയുവാൻ നാം ഇടം നൽകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ജോലി തന്നെ അപവാദം പറയുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ അപവാദിക്ക്, അല്ലെങ്കിൽ പ്രതിയോഗിക്ക് ഇടം നൽകുക, പ്രതിയോഗിക പിശാചിന് ഇടം നൽകാതെ, ഡു നോട്ട് ഗീവ് റൂം ഫോർ ദിസ് അഡ്വേഴ്സിറ്റി. പ്രൈസ് ദി ലോർഡ്. ദിസ് അഡ്വേഴ്സറി, because it is very important. It is very important. Whenever we all like to walk through the borderline, but one thing is very sure, hallelujah, dear children, I would like to encourage you this morning. We are not supposed to travel through the borderline. We are supposed to travel right in the midst of God's will, the perfect will of God. That is why it is saying, do not be conformed to this world, but make yourself pure, so that you will know the perfect will of God. പ്രൈസ് ഗാഡ്. പലപ്പോഴും ദൈവഹിതം നാം അറിയാതെ പോകുന്നത്, ദൈവത്തോട് ചേർന്നല്ല നാം നടക്കുവാൻ ആഗ്രഹിക്കുന്നത്. വി വാണ്ട് ടു വാക്ക് ഇൻ കൺഫർമേഷൻ വിത്ത് ദ വേൾഡ്. പ്രൈസ് ഗാഡ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കണം, ഇവിടുത്തുകാരെ പ്രീതിപ്പെടുത്തണം. ദൈവത്തെക്കാൾ അധികമായി, സ്തോത്രം, മനുഷ്യരുടെ ശത്രുത ഉണ്ടാക്കുവാനല്ല പറയുന്നത്, പക്ഷേ ദൈവത്തെക്കാൾ അധികമായി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമിച്ചാൽ, സ്തോത്രം, അവിടെ സംഭവിക്കുന്നത് അവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും, ഈ കൂടെ നിന്നവരും ഇല്ലാതാവും. മോർദെഖായിയുടെ ഭാര്യ പറഞ്ഞതുപോലെ, അവൻ ഇസ്രായേൽ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. സ്തോത്രം. കഴുകുമരം ഉണ്ടാക്കാൻ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. കഴുകുമരം ഉണ്ടാക്കാൻ നേരം ഭാര്യയായിരുന്ന ആർക്കിടെക്ട് വളരെ സഹായങ്ങളും സൈഡും എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ കാര്യങ്ങൾ പ്രതികൂലമായപ്പോൾ പറഞ്ഞെന്താ, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. സ്തോത്രം. ഇതാണ് ലോകം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും പലരും, നമ്മൾ ഭയങ്കരമായിട്ട് മുഖസ്തുതി പറഞ്ഞ കൂടെ നിൽക്കും. പക്ഷെ കാര്യങ്ങൾ ലെവലില്ലാതെ വരുമ്പോൾ, പക്ഷേ നമുക്ക് ഇന്ന് ആളുകൾ എതിരായാലും നാം ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഈ എതിരുള്ളവരെല്ലാം നമ്മുടെ അടുക്കൽ ദൈവം അനുകൂലമായിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതാണെങ്കിൽ, സ്തോത്രം, ദൈവം വിചാരിക്കുന്നത്, സ്തോത്രം, നമുക്ക് ആര് അനുകൂലമാകണം ആര് പ്രതികൂലമാണ്. കറക്റ്റ് സമയത്ത് കർത്താവ് ഈ ചതുരംഗ കളിയിൽ, സ്തോത്രം, കുതിരയും
മറ്റ് പടയാളികളെയൊക്കെ മാറ്റി കളിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ സ്തോത്രം, തമ്പുരാൻ ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഏറ്റിരിക്കുക. സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ ഓരോ കല്ലും എവിടെ വെക്കണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഞാൻ ദൈവത്തെക്കാൾ വലിയവനാണെന്നുള്ള രീതിയിൽ സഞ്ചരിപ്പാൻ ശ്രമിച്ചാൽ തമ്പുരാൻ ഒരു കൊട്ടു നൗട്ടിരുതും. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇവിടെ ബിലെയാം വിചാരിച്ച് ഞാൻ ഇപ്പം കാര്യം പറഞ്ഞ് 2 വർത്തമാനം പറഞ്ഞ് ഇപ്പം ദൈവാനെ ശാപിക്കുകയോ അനുഗ്രഹിക്കുകയോ ദൈവത്തിൻ്റെ ഇതും ചെയ്തോട്ടെ 2 വാക്കും പറഞ്ഞ് ഉള്ള ചിലരെ വാങ്ങിച്ച് പോകാൻ വേണ്ടി ബിലെയാം വിചാരിച്ചപ്പോൾ ബിലെയാമിൻ്റെ താമസം വീണ്ടും നീണ്ടു. സ്തോത്രം. ബിലെയാം 3 പ്രാവശ്യമായി ശ്രമിച്ചത്. ബാലാക്ക് പറഞ്ഞു, ഒന്നുകൂടെ നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ, എങ്ങനെയെങ്കിലും ശരിയാവും. ഒരു ശാപത്തിൻ്റെ ഒരു വാക്കേലും ഒന്ന് വീണാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യവും അനുഗ്രഹമാണ് വന്നേ. സ്തോത്രം. അല്ലേ, പാസ്റ്റർ പെട്ടെന്ന് വന്ന് ശുശ്രൂഷ നിർവഹിച്ച് അടുത്ത പ്രോഗ്രാം ഡയറിക്കകത്തോണ്ടാണ് പോകാൻ വിശേഷപ്പോൾ ഒരാഴ്ചത്തെ പ്രോഗ്രാം മുടങ്ങി. കാരണം എന്താണ് സംഭവം? എല്ലാ പ്രോഗ്രാമും തെറ്റി. കാരണം എന്താണ്? ദൈവം അനുവദിക്കാതെ അവൻ്റെ വായിൽ നിന്ന് തൻ്റെ ജനത്തിനെതിരെ സ്തോത്രം ശാപവാക്കുകൾ ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഹല്ലേലൂയ, ദൈവം അനുവദിക്കാതെ പറഞ്ഞതോ 20-ാം വാക്യത്തിൽ പറയുന്നു, ഐ ഹാവ് റിസീവ്ഡ് ദ കമാൻഡ് ടു ബ്ലസ്. ആ കമാൻഡ് ദൈവത്തിൻ്റെ. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം വിചാരിക്കാതെ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. നാം ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുക. സ്തോത്രം. കാറ്റിനോട് അവൻ കൽപ്പിക്കുന്നവനാ, അല്ലെങ്കിൽ പ്രകൃതിയോട് കൽപ്പിക്കുന്നവനാ. സ്തോത്രം. അധികാരികളോട് ദൈവം കൽപ്പിക്കുന്നവനാ. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുക. സ്തോത്രം. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചുവിടുന്ന ദൈവമാ. ദൈവത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാം നിയന്ത്രണമുണ്ട്. സകല ചരാചരങ്ങളുടെയും സകല സൃഷ്ടിപ്പിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ ആ ദൈവത്തെ പിടിച്ചിരിക്കുന്ന ദൈവപൈതലേ, ഒരു കാര്യം നീ ഓർത്തോണം. ഹല്ലേലൂയ. മറ്റു കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ, നാം വിചാരിക്കാത്തതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നാം ഭയപ്പെടരുത്. ദൈവാശ്രയം വർദ്ധിപ്പിക്കണം. വാഗ്ദത്തങ്ങൾ ഒന്നുകൂടെ ഉരുവിട്ടുകൊണ്ട് യഹോവയുടെ നാമം അതിന്മേൽ ഉറപ്പിച്ച് നീ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, we have to pronounce the name of our Lord over and over again on the promises that we have received, and we പാപത്തെ തിന്മയെ ഇല്ലാതാക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിച്ചു തൻ്റെ ജനത്തിൽ വസിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്ന് ഇവർ പുറപ്പെട്ടപ്പോൾ അവസാനമായിട്ടുണ്ടായ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. അല്ലേ? സ്തോത്രം. കടിഞ്ഞൂൽ സംഹാരം എല്ലാത്തിൻ്റെയും സ്തോത്രം. ആദ്യ ജാതനെ സ്പർശിച്ച രാത്രി സംഹാരദൂതൻ ആ പാളയത്തിന് നടുവിലൂടെ, ആ രാജ്യത്തൂടെ, മിസ്രൈമിലൂടെ, ഗോശൻ ദേശത്തൂടെയും പോയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിനറിയാം. ഇതിനൊരു പരിഹാരമുണ്ട്. സ്തോത്രം. തിന്മ ഒഴിവാക്കുന്ന വഴി ഞാൻ പറഞ്ഞു തരുന്നു. സ്തോത്രം. തിന്മ ഒഴിവാക്കിയത് നമ്മിൽ തിന്മ ഇല്ലാത്തത് കൊണ്ടല്ല. സ്തോത്രം. തിന്മ ഒഴിവാക്കിയത് നമ്മൾ പൂർണ്ണ 100% വിശുദ്ധരായതുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചു, സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഒറ്റ കാര്യമേ സംഹാരദൂതൻ നോക്കിയുള്ളൂ. സ്തോത്രം. സംഹാരദൂതൻ്റെ കൺമുൻപിൽ, സംഹാരദൂതൻ്റെ കൺമുൻപിൽ കേട്ടോ, ദൈവത്തിൻ്റെ കണ്ണിലല്ല, സംഹാരദൂതൻ്റെ കൺമുൻപിൽ, ദൂതൻ ദൈവം അയച്ച ദൈവത്തിൻ്റെ ദൂതൻ, സംഹാരദൂതൻ്റെ കൺമുൻപിൽ ഇവർക്കെല്ലാം കുഴപ്പമുണ്ട്. സ്തോത്രം. ഈ വാളിന് അല്ലെങ്കിൽ സംഹാരദൂതൻ്റെ സംഹാര താണ്ഡവത്തിന് ഇരയാകാൻ യോഗ്യരാണ് ഫറവോൻ മുതൽ അവിടുത്തെ ഏറ്റവും ലീസ്റ്റ് അടിമ വരെ. പക്ഷെ ദൈവം അവർക്കെതിരെ തിന്മയെ മാറ്റുന്ന ഒരു അനുഭവം വരുത്തി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്തോത്രം. എന്താണ് പറഞ്ഞു? നിങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തത് കൊണ്ട് സംഹാരകൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കത്തില്ല. ഇസ്രായേൽ എന്ന പേരുള്ളത് കൊണ്ട് സ്തോത്രം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ നീതിയിൽ എഴുതപ്പെട്ട കാര്യം ഇതൊക്കെ. ദൈവത്തിൻ്റെ നീതിയിൽ എഴുതപ്പെട്ടിരിക്കും. ഇസ്രായേൽ എന്ന പേരുള്ളതുകൊണ്ട് കാര്യമില്ല. സ്തോത്രം. നിങ്ങൾ കയ്പുചീര കഴിച്ചത് കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം ഒന്നും കാര്യമില്ല. നിങ്ങൾ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും അവിടെ പ്രശ്നം വരത്തില്ല. കാരണം അവിടെ വെളിപ്പെടേണ്ട ഒന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കടിഞ്ഞൂൽ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടലക്കാലിന്മേലും കുറുമ്പടിവേലും നീ പുരട്ടിയാൽ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ്? സംഹാരകൻ നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. സംഹാരകൻ ഗോശൻ ദേശത്തോടെ വരത്തേയിരുന്നല്ല പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മെയും മറ്റുള്ളവരും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ പാരമ്പര്യം
പാരമ്പര്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളായി തീർന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു എന്നുള്ള ഒറ്റ പ്രത്യേകതയിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ഏറ്റവും വില കൊടുക്കേണ്ടത്, ഏറ്റവും ആക്കം നൽകേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി ഉയർത്തിപ്പിടിക്കേണ്ടത് എൻ്റെ യേശുവിൻ്റെ നാമത്തെ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം എന്നിൽ വിളിക്കപ്പെടുന്നതിന് പ്രതികൂലമായി നിൽക്കുന്ന സകലത്തിനോട് ഞാൻ നോ പറയണം. അതിന് ഹല്ലേലൂയ ലോകത്തോട് നോ പറയേണ്ടി വന്നാൽ പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണമെങ്കിൽ ഇടപെടാതെ. കാരണം ഞാൻ ഒരു ദൈവ പൈതലാ, എനിക്ക് നിത്യതയാ പ്രാധാന്യം. ഇവിടെയുള്ള ചില സ്ഥാനമാനങ്ങളോ, ഇവിടെ മിടുക്കനാകുന്നതോ, ഇവിടെ ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം അറിയുന്നതോ, എല്ലാത്തിനും മറുപടി പറയുന്നതോ അല്ല. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നിൽ നിലനിൽക്കുന്നത്, ദൈവനീതി എന്നിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു ഇസ്രായേൽ മക്കളുടെ ഒരു ഭവനമെങ്കിലും കർത്താവ് കൽപ്പിച്ച രക്തത്തൊളി ആചരിച്ചില്ലായിരുന്നെങ്കിൽ, സ്തോത്രം, സംഹാരകൻ അവിടുത്തെ കടിഞ്ഞൂലിനെയും സംഭരിച്ചേനെ. സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, കാൽവറിയിലെ നമുക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവിൻ്റെ നിഴലായി നിൽക്കുന്ന മിസ്രൈമിലെ കടിഞ്ഞൂൽ സംഹാരത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, ആ മിസ്രൈമിൽ ഇസ്രായേലിൻ്റെ ഒരുവനെ പോലും, ഒരു കടിഞ്ഞൂലിനെ പോലും സ്പർശിപ്പാൻ ഇടയായി തീരാതിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോന്റെ കുടുംബത്തിൽ ആദ്യം മുതൽ താഴെ വരെ, ഹല്ലേലൂയ, എല്ലാത്തിൻ്റെയും കടിഞ്ഞൂൽ സംഹരിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ദൈവം അനീതിയെ യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്നും മാറ്റിയത്, ദൈവം വിക്കറ്റ്നസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അകൃത്യത്തെ അവൻ്റെ കൂടാരത്തിൽ നിന്നും മാറ്റിയത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ പരിഹാര ക്രിയയല്ല, ദൈവത്തിൻ്റെ ഇതാണ് നമുക്കുള്ള ബലമെന്ന് പറയുന്നത്. സ്തോത്രം. നാം മറ്റ് പലതും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ ക്വാളിഫിക്കേഷനോ ഒക്കെ അവിടെ നിന്നോട്ടെ. ഈ ദൈവം ഇതിനെല്ലാം ഉപയോഗിച്ചതാ. സ്തോത്രം. ദൈവം ഇതെല്ലാം ഉപയോഗിച്ചതാ. കർത്താവിൻ്റെ കരുണയാ. സ്തോത്രം. നമ്മേക്കാൾ ക്വാളിഫിക്കേഷൻ കൂടിയവർക്ക് നാം എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹിച്ചവരുണ്ട്, എത്തുവാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്തുവാ? ഇതിനെ ദൈവത്തിൻ്റെ ഫ്രെയിം വർക്കിൽ ഒന്ന് കാണുവാൻ നാം ആദ്യം പഠിക്കണം. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ, തമ്പുരാൻ അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തെ തമ്പുരാൻ്റെ ഹൃദയപ്രകാരം വായിച്ച് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, അവർക്ക് കഴിഞ്ഞില്ല. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ കണ്ണോടെ കാണുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ല. ഭൗതിക കണ്ണോടാണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അവർ കണ്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് അവർ പെറുപെറുപ്പിലേക്ക് പോയത്. They received from their own sensory organ. അവരുടെ ഇന്ദ്രിയങ്ങളിൽ അവർക്ക് തോന്നിയത് അവർ പറഞ്ഞു. സ്തോത്രം. എന്നാൽ അവരുടെ അകക്കണ്ണ് തുറക്കുവാനിടയായില്ല. സ്തോത്രം. പലരും അതുകൊണ്ട് മരുഭൂമിയിൽ പട്ടുപോകാനിടയായി. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്ന യോശുവയും കാലേബും അവർ പലതും കണ്ടപ്പോൾ അവർ കടന്നു ചെന്ന ദൈവസന്നിധിയിലേക്ക്, ഹല്ലേലൂയ, അവർ ദൈവപാദപീഠത്തിലേക്കാണ് പോയത്. നമ്മൾ പലപ്പോഴും പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യരുടെ പ്രതികരണങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുത്താൽ നമുക്കൊരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല മനുഷ്യരും നമ്മൾ സംസാരിക്കുന്നുണ്ട്, പലരുടെയും അഭിപ്രായങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ മുന്നേറ്റത്തിനായി വെളി ലഭിച്ചവരാണെന്ന് നാം നമുക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ മനുഷ്യരുടെ വാക്കുകൾ ദൈവഹിതത്തെ, ദൈവനീതിയെ മറിച്ച് കളയുവാൻ നാം കേൾക്കുവാൻ നാം കാതു കൊടുക്കരുത്. സ്തോത്രം. ഒരു പക്ഷേ അബദ്ധത്തിൽ കേൾക്കേണ്ടി വന്നേക്കാം. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പറയുന്നതൊക്കെ കേൾക്കുകയുള്ളൂ, വേറെ നിവൃത്തിയില്ല. സ്തോത്രം. പക്ഷെ കേട്ടാലും നമ്മൾ വിചാരിക്കരുത് ഇവരാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത്. നോ. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്ത, പോഷ്കു പറയാത്ത, കള്ളം ലവലേശമില്ലാത്ത, നീതി സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തെ പിൻപറ്റുവാൻ നാം ഇറങ്ങിത്തിരിച്ചപ്പോൾ പല ദൈവദാസന്മാരും പലരുടെയും വാക്കുകൾ കേട്ട് കലങ്ങിപ്പോകാറുണ്ട്. പലരും, സ്തോത്രം, ഹല്ലേലൂയ, മറ്റു പലരുടെയും പ്രവൃത്തി കാണുമ്പോൾ ഹൃദയം മാനുഷികമാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ അതല്ല നമ്മുടെ ഗമനത്തെ നിശ്ചയിക്കേണ്ടത്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക്, അതിന് മീതെ നിൽക്കുന്ന ബിലെയാമിൻ്റെ വാക്കുകൾക്ക് മീതെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ബിലെയാമിൻ്റെ പദ്ധതികൾക്കെതിരെ, ബാലാക്കിൻ്റെ ഉദ്ദേശങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വാക്കുകിടപ്പുണ്ട്. ദൈവം നമ്മെ ദർശിക്കുന്ന ആ ദർശനത്തിൻ്റെ ഒരു മഹാത്മ്യമുണ്ട്. ഹല്ലേലൂയ. ലോകം നമ്മെ എങ്ങനെ കണ്ടോട്ടെ. സ്തോത്രം. ലോകം നമ്മെക്കുറിച്ച് എന്ത് അഭിപ്രായവും പറഞ്ഞോട്ടെ, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആരാണെന്നുള്ളത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ആരായിരിക്കുന്നു? ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? സ്തോത്രം. ഹല്ലേലൂയ.
പകൽക്കാലം ദൈവം നീതീകരിച്ചതിൻ്റെ മേൽ നാം അതിൻ്റെ പുറത്ത് കയറി എഴുതാൻ പോകരുത്. സ്തോത്രം. രാജാവിൻ്റെ രേഖയ്ക്ക് മീതെ ദൈവത്തിൻ്റെ രേഖ എഴുതപ്പെടും. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട നിയമങ്ങൾക്ക് മീതെ ആർക്കും എത്തപ്പെടുവാൻ അവകാശമില്ല, കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ സർവാധികാരത്തിൽപ്പെട്ടതാ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ തിരുനിവാസം നമ്മുടെ മധ്യേ ഉള്ളത്. ഹല്ലേലൂയ അതൊരു അലങ്കാരമായി മാത്രം വെച്ചേക്കരുത്, അത് പേരിന് മാത്രം വെച്ചേക്കരുത്. അതിൻ്റെ സകല ആനുകൂല്യങ്ങളും പ്രാപിക്കുന്നവരായി തീരാൻ ദൈവമക്കൾ. ഹല്ലേലൂയ. The presence of God is not just a decoration for us. It is not just another adjective for us. Hallelujah. Praise God. It shall be having its own effect, its own authority, its own deliverance, its own blessing. Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു വിടുതലുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുവാൻ കഴിയുന്ന ഒരു അദൃശ്യമായ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ നാൾവഴികളുണ്ട്. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വിടുതലുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കതിനൊരു സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് പ്രാപിച്ചവരാണ് ദൈവജനം. അതിനെ ഉയർത്തിപ്പിടിപ്പാൻ നാം ഇടയാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ താഴെ ഒഴുകുന്ന, അതിനെ സ്പർശിപ്പാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വെളിപ്പെടുന്ന ചില മണ്ഡലങ്ങളിൽ എൻ്റെ ദൈവജനത്തിന് ഭയപ്പെടുവാനല്ല, ഭീതിപ്പെടുവാനല്ല, സംശയിപ്പാനല്ല, വിശ്വാസത്തോടെ പറയണം ഹല്ലേലൂയ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ആ അറിവ് നമുക്ക് ബലമായി മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലർക്കും പല കാര്യങ്ങളും അറിയാമെങ്കിലും ആ അറിവ് ദൈവിക അനുഗ്രഹമായി, ദൈവിക വിടുതലായി എത്തുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ ആ അറിവ് അവിടെ അറിവായി മാത്രം നിൽക്കുകയാ. സ്തോത്രം. പലതും കണ്ടതാ, എന്നാൽ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ട അളവിൽ പ്രകാശിക്കാതെ, ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കുവാൻ കഴിയാതെ പ്രതികൂലം മാത്രം കാണുന്ന ഒരു ഫോബിയ. സ്തോത്രം. എപ്പോൾ തുറന്നാലും പ്രതികൂലം മാത്രമേ കാണുന്നുള്ളൂ. ദൈവം നൽകിയ അനുഗ്രഹവും വിടുതലും അതിൻ്റെ മീതെ നിൽപ്പുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയുന്നില്ല. പ്രതികൂലം മാത്രമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് സൈറ്റഡ്നെസ്. ഹല്ലേലൂയ. ഹ്രസ്വദൃഷ്ടിയാണ്. അതിനെക്കുറിച്ചാണ് പ്രതികൂലത്തിൽ പറയുന്നത്. ഹ്രസ്വദൃഷ്ടികളായി മാറുക. ഷോർട്ട് സൈറ്റ്. നമുക്ക് ആ ദർശനം നഷ്ടപ്പെട്ടിരിക്കുക. ദൂരക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. സ്തോത്രം. വളരെ അടുത്ത് വരുമ്പോഴാണ് കാര്യങ്ങളെ ദർശിപ്പാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവങ്ങൾ നമ്മിൽ പലർക്കും ഹല്ലേലൂയ പ്രൈസ് അകലത്തിലാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവജനത്തെ കർത്താവ് പറയുക, നിനക്ക് അനർത്ഥം വരാതെ, നിന്നിൽ ഹല്ലേലൂയ സ്തോത്രം മിസ്ഫോർച്യൂൺ ഉണ്ടാകാതെ, ഹല്ലേലൂയ praise, without allowing any misfortune for Israel, for Jacob, God will protect them. Hallelujah. No word shall stand against you. നിനക്കെതിരെ ഉയർത്തുന്ന യാതൊരു ശബ്ദവും അത് വിലപ്പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്ന ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്നെ ശപിക്കുന്നവർ ശാപഗ്രസ്തരായിത്തീരും. ഇതേ വാക്കാണ് സ്തോത്രം ദൈവം അബ്രഹാമിന് നൽകി. ഇതേ വാക്ക് സ്തോത്രം ബിലെയാമിൻ്റെ നാവിലൂടെ പുറത്തു വന്നു. സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഹല്ലേലൂയ ഇന്ന് സീനായി മരുഭൂമിയിൽ, മോവാബ് സമഭൂമിയിൽ മുഴങ്ങി കേൾക്കുവാൻ കാരണമായത് ഒരു കാരണം കൊണ്ടാ, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് മറ്റൊരു രീതിയിലല്ല പറഞ്ഞത്. ദൈവം എന്താണോ ഉച്ചരിച്ചത് അതേ വാക്ക് അവർ ഉച്ചരിപ്പനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഐ ഹാവ് റിസീവ്ഡ് ദ കമാൻഡ് ടു ബ്ലെസ്. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പുറപ്പെടുന്ന ചില ദൈവിക കൽപ്പനകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് അരുളി ചെയ്യുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ചില അധികാര കേന്ദ്രങ്ങളോട് ദൈവം കൽപ്പിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കി നാം ഭാരപ്പെടേണ്ട. അതിന് മീതെ ഹല്ലേലൂയ ഉയരുന്നൊരു ദൈവ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ദൈവം നിന്നെ ബഹുമാനിച്ചാൽ സകലരും നിന്നെ ബഹുമാനിച്ചേ മതിയാകൂ. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ സകലരും നിന്നെ അനുഗ്രഹിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. ദൈവം ശാപത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റിയാൽ, ഹല്ലേലൂയ, സംഹാര ദൂതന്റെ വഴി നിന്റെ മേൽ വരികയില്ലെന്ന് ദൈവം പറഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നിടത്തോളം അത് നിന്നെ യേശുവാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവൃത്തി കണ്ട് ഇറങ്ങിയവരാണ് ഇസ്രായേൽ ജനം. ഹല്ലേലൂയ സ്തോത്രം. മിസ്രൈമിൽ വെളിപ്പെട്ട 10 ബാധയും അവരുടെ 10 ദേവന്മാർക്കും എതിരെയുള്ള പ്രഹരമായിരുന്നു. സ്തോത്രം. ഇറ്റ് വാസ് എ ബ്ലോ അഗൈൻസ്റ്റ് ഓൾ ദോസ് 10 of their gods, semi-gods, that was very much prevalent in the land of Egypt. They thought
our gods, the power that we worship can withhold these people. ഈ ശക്തികൾക്ക് ഈ ജനത്തെ ഒതുക്കി വെക്കാം, അവരെ അടിമകളാക്കി വെക്കാം അവർ വിചാരിച്ച്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മിൽ വെളിപ്പെടുമ്പോൾ യാതൊരു അടിമത്വവും നമ്മിൽ നിലനിൽക്കില്ല. സ്തോത്രം. യാതൊരു വിധമായ വെല്ലുവിളികളും നമ്മെ സ്പർശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒറ്റ കാര്യം, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് വരെയുള്ളൂ. അതുകൊണ്ടാണ് ശത്രു അത് സമ്മതിക്കാത്തത്. ദൈവ സാന്നിധ്യം അതാ പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യം നാം കാണുന്നുണ്ട്. സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. അവിടെ കാണുന്നു, ദ ലോർഡ് ഗോഡ് ഈസ് വിത്ത് ഹിം. അവൻ്റെ ദൈവം അവൻ്റെ മധ്യയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അടുത്ത പ്രത്യേകത. ഒന്നാമതായി നാം പറഞ്ഞത് അവർ വിശുദ്ധിയും വേർപാടുമുള്ളവരാ. രണ്ടാമതായി പറഞ്ഞത് അവർ ദൈവം നീതീകരിച്ചവരാ. സ്തോത്രം. ദൈവം നീതീകരിച്ച ദൈവജനം. രണ്ടാമതായി പറയുന്നത് ദൈവം താൻ അവരുടെ മധ്യയുണ്ട്. സ്തോത്രം. ബെലയാം പർവ്വതത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴ്വരയിലേക്ക് നോക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ മധ്യയെ ദൈവ സാന്നിധ്യം കാണുകയാണ്. ഹല്ലേലൂയ. മേഘസമ്പത്തെ നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം കാണുകയാണ്. മേഘസമ്പത്തെ നോക്കുമ്പോൾ അതൊരു തണലായി മാത്രമല്ല കേട്ടോ, അത് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ മുഴുവൻ ആ മേഘത്തിൽ ദൈവ സാന്നിധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ചെങ്കടലിൽ കൂടെ ജനം കടന്നുപോയപ്പോൾ അവിടെ പറഞ്ഞത് അഗ്നി മേഘസ്തംഭങ്ങളിൽ അവരെ കാത്തു. ആ മേഘസ്തംഭം അവർക്ക് മുകളിൽ നിന്നപ്പോൾ അവരുടെ ഇടയിൽ മേഘത്തിൽ നിന്ന് തൃക്കൺ പാർത്ത ദൈവം എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരുക്കണ്ണാൽ, തിരുദൃഷ്ടിയാൽ തന്റെ ജനത്തെ നോക്കി നിൽക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? നോക്കി നിൽക്കുന്നൊരു ദൈവം. ആ നോട്ടത്തിൽ പരിപാലനമുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആ പരിപാലനം വെളിപ്പെടുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ ദൃഷ്ടി തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ പതിഞ്ഞപ്പോൾ ആ ദൃഷ്ടി കാരണം ഫറവോനും സൈന്യത്തിനും തന്നെ ജനത്തെ അടുക്കുവാൻ കഴിഞ്ഞില്ല. ആ നോട്ടം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു നോട്ടത്തിന്, ദൈവത്തിൻ്റെ ദൃഷ്ടി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്, ഹല്ലേലൂയ, ഇവർ തമ്മിൽ അടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു പരിപാലനം. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, തൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുക എന്ന് പറയുന്നത് ഒരു ശത്രുവിനോട് അടുക്കുവാൻ കഴിയാത്ത വിധം ആ ദൃഷ്ടി ഒരു വലയം തീർക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹിസ് ഗോഡ് ഈസ് വിത്ത് ഹിം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവ നമുക്ക് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ കൂടാരങ്ങളിൽ നാം അനുഭവിക്കേണ്ടത് ദൈവ സാന്നിധ്യമാണ്. പ്രതികൂലങ്ങൾക്ക് മീതെ, വെല്ലുവിളികൾക്ക് മീതെ നിലകൊള്ളുന്ന ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് സൗഖ്യദായക ശക്തിയായി വെളിപ്പെടണമെന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വിടുതലായി നിലകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കും എൻ്റെ തലമുറയ്ക്കും, യോബിനും അതിന് ചുറ്റിനുമുള്ളത് വേലികെട്ടി സൂക്ഷിച്ച ദൈവം എന്നെയും എൻ്റെ തലമുറയെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പരിപാലിപ്പാൻ പ്രാപ്തമായതാ. ശാപം, ഹല്ലേലൂയ, നമ്മെ ഏശാതെ അനുഗ്രഹത്തിൻ്റെ നാൾ വഴികൾ നമുക്ക് മുമ്പിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്താൽ പ്രാപിക്കേണ്ട ചില അനുഗ്രഹങ്ങളുണ്ട്, വാഗ്ദത്ത നിവൃത്തിയുണ്ട്. സ്തോത്രം. അതൊരിക്കലും നാം മറന്നു പോകരുത്. കർത്താവ് നമ്മോട് കൂടെ ഉള്ളത്, ദൈവം നമ്മോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുക. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഹല്ലേലൂയ. ദൈവം, God would like to tabernacle among his people. തിരുനിവാസം. ഹല്ലേലൂയ. ആ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. ആ ടാബർനാക്കിൾ എന്ന വാക്കിൻ്റെ സമാഗമന കൂടാരത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ടാബർനാക്കിൾ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. സമാഗമന കൂടാരം എന്ന വസ്തുവിനെ ഒരു ക്രിയാപദമാക്കി മാറ്റി. സ്തോത്രം. That was a noun that was being converted into a verb. Praise God. Tabernacle is a noun. ഒരു വസ്തുവാണ്. എന്നാൽ അതിനെ ഒരു ക്രിയാപദമാക്കി മാറ്റി എബ്രായം. സ്തോത്രം. It is not just presence. It is tabernacling. Praise God. Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ആവസിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമുക്കറിയാം വീട്ടിൽ അപ്പനുണ്ടെങ്കിൽ അവിടെ പിള്ളേരുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പം വീട്ടിലില്ലെന്നറിഞ്ഞാൽ പിള്ളേർക്ക് ഇച്ചിരൂടെ ധൈര്യമാവും, അല്ലേ? വഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതൊരു, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ബീങ് ഒക്കുപ്പൈഡ്. ദൈവം ഉണ്ട് അവിടെ എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിടത്തുണ്ടെങ്കിൽ അത് സമസ്ത മേഖലയിലും അതിൻ്റെ അധികാരം വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് തിരുനിവാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം.
ഒരുവൻ പർവ്വതത്തിൽ നോക്കിയിട്ട് ഇവരുടെ മേലെ ശപിക്കാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നല്ല മിടുക്കനെ, ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടുള്ള ആളാണ്. ഹീ ഈസ് വെൽ വേഴ്സ്ഡ് ടു ഡു ദാറ്റ്, ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് അപ്പോൺ ദിസ് പീപ്പിൾ. ഹല്ലേലൂയ. നോക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവിടെ ഉണ്ട്. അതിൻ്റെ മേൽ എങ്ങനെയാ ഞാൻ ശാപവാക്കുകളെ ഉദ്ധരിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ്. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. ശത്രുവിന് ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിപ്പാൻ, നിന്നെ പാറ്റുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയ. ഈശാന മൂലമുള്ളത് നിന്നിൽ അടിക്കുവാൻ ശത്രുവിന് ആഗ്രഹമുണ്ട്. പക്ഷെ സാന്നിധ്യം അത് അനുവദിക്കുന്നില്ല. നീ പോലും അറിയാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഈ സാന്നിധ്യത്തിന്റെ ശക്തിയാ. എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. മറ്റൊന്നും നീ ആഗ്രഹിച്ചില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസല്ലായിരിക്കും ദൈവ പൈതലേ, നീ ആഗ്രഹിക്കേണ്ട ഒന്നുണ്ട്, കർത്താവേ അവിടുത്തെ സാന്നിധ്യം. ഹല്ലേലൂയ. മറ്റ് പലതും ഹല്ലേലൂയ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. മറ്റ് പലതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ വന്നില്ലെങ്കിലും അതിന് മുൻപായി എനിക്ക് മുൻപേ നടകൊള്ളേണ്ട ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എനിക്ക് മുൻപായി കടന്നുപോയി താമ്ര കഥകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പുകളെ തകർക്കുന്ന, വാഗ്ദത്ത നിവൃത്തിക്കായി വഴിയൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് മുൻപായി കടന്നു പോകണമെന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങൾ നമ്മുടെ കൂടാരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, നമ്മുടെ തലമുറയെ ഉദ്ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ തലമുറ ഒരു ചുവടെ എടുത്തു വെച്ചുള്ളെങ്കിലും, ഹല്ലേലൂയ, ഒരു തീരുമാനമേ എടുത്തുള്ളെങ്കിലും ആ തീരുമാനത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന വലിയ അളവിലേക്കൊന്നും കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഒരു കാര്യം നടക്കുന്നതിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അക്കമിട്ട് നടക്കുന്ന ഓരോന്നിലും, സംഭവിക്കേണ്ട ഓരോന്നിലും, തുറന്നു വരേണ്ട ഓരോന്നിലും മുൻപായി പോകേണ്ട ദൈവ സാന്നിധ്യമാകട്ടെ. ഞങ്ങളത് പ്രാപിച്ചെടുത്തോളാം, നേടിയെടുത്തോളാം. പുറകെ ദൈവസാന്നിധ്യം വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നിനക്ക് മുൻപായി നടകൊള്ളണം. ഹല്ലേലൂയ. നിനക്ക് മുൻപായി അവൻ കടന്നു പോകണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ കൂടാരങ്ങളിൽ അനുഭവിച്ചറിയുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വീട്ടിലെ സഭയ്ക്ക് വന്ദനമെന്ന് പൗലോസ് പലയിടത്ത് പറയുന്നുണ്ട്. ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഭവനത്തിലായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. വീട്ടിലെ സഭയായി നാം ദൈവത്തെ ആരാധിക്കുക. പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു യൂണിറ്റായി ദൈവത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കണം, ഈ പ്രതികൂലം മാറിപ്പോകണം, ഈ വെല്ലുവിളികൾ മാറിപ്പോകണം, തിരുസാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. തിരുസാന്നിധ്യത്തിന് ആനുകൂല്യത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതിന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാപിച്ചെടുക്കണം. എത്ര പേര് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലിലേക്ക് അടച്ചിട്ട് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവരിൽ തിന്മ കാണാനില്ല, അവരിൽ ഹല്ലേലൂയ ഒരു ദോഷവും ദൈവം കാണുന്നില്ല. ദൈവം അവരുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ഗോഡ് ഈസ് വിത്ത് ദം. ദിസ് ഈസ് ദ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ അനുഗ്രഹം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? കർത്താവേ, ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത്, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്നുള്ളത്, അതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുതൽ. അതിലൂടെ പ്രാപിക്കേണ്ട ചിലതുണ്ട്. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുപ്പാൻ എന്നെയും എൻ്റെ തലമുറയും ഇടയാക്കണമെന്ന് ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. തിരുനിവാസം അത് മനോഹരമാക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ അഗ്ലിനെസ്സിനെയും, എല്ലാ ഹല്ലേലൂയ പോരായ്മകളെയും, എല്ലാ ഇല്ലായ്മകളെയും മാറ്റുവാൻ കഴിവുള്ള ആ ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വഴിക്കുറവുകളെ തീർക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പിതാവിനോട് ചേർന്ന് നമുക്കിന്ന് പകൽക്കാലം വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ശനിയാഴ്ച പകൽക്കാലം തിരുസന്നിധി അങ്ങിങ്ങായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാക്കിയല്ലോ. കർത്താവെ, തിരുസന്നിധി അടിയങ്ങളായിരുന്ന സമയം മുതൽ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രവർത്തിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേയും അടിയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ മഹാകൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ പ്രയാസ ഭാരങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേയും ആ ദൈവകരങ്ങൾ ഞങ്ങളെ പിന്നെയും സമർപ്പിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോലെ കാലം ഞങ്ങളെ കേൾപ്പിച്ച് ദൈവത്തിനായി സ്തോത്രം. ദാസനേതിനായി ബലപ്പെടുത്തിയുള്ള കർത്താവേയും ഈ 3 സെക്ഷനിലൂടെ ഞങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം
അടിയങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രകാരം ഞങ്ങളെ തന്നെ ക്രമീകരിച്ച് വർജനമാചരിച്ച് യജമാനന്റെ ഇഷ്ടം ചെയ്ത് നിമിഷം തോറും ജീവിപ്പാനുള്ള കൃപ തരണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ കുറിച്ച് എങ്ങനെ ആഗ്രഹിക്കുന്നു അതിന് പ്രകാരം വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കിക്കൊള്ളണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയോട് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കൂടെ സഹായിക്കണം കർത്താവെ. ഈ നാളുകളിൽ കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ അടിയങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഒക്കെ ദൈവം ബലപ്പെടുത്തണമേ കർത്താവേ. സൗഖ്യം പകർന്ന് ദൈവകൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളായി കുഞ്ഞുങ്ങളായി വ്യക്തിപരമായി ഞങ്ങളെ അതിനായി ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നപ്പാ. അവിടുത്തെ ആകർഷണത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വൈകിട്ടത്തെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ നാളുകൾ അടിയങ്ങൾ അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയുടെ ചിറങ്കീഴിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഒരു ബാധയും അടുക്കാതെ വണ്ണം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളെ ആകർഷണങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കൃപയിൽ ഞങ്ങളെ കാക്കണം. തിരുനാമം ഞങ്ങളിൽ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകവും പാട്ടുള്ള സകല വിസ്തന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യാൻ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. ദൈവം നമ്മെല്ലാവരും ധാരാളമായും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.